യോഗി സർക്കാരിന്റെ കടുത്ത നടപടി. ഉത്തർപ്രദേശിൽ വൻ പോലീസ് ഏറ്റുമുട്ടൽ. 2 കുപ്രസിദ്ധ കൊള്ളക്കാർ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതാകട്ടെ ഉത്തർപ്രദേശിൽ ക്രമസമാധാന നില ശക്തമാക്കാനുള്ള നടപടികളാണ് യോഗി സർക്കാർ ഘടിപ്പിച്ചിരിക്കുന്നത്. അവിടെ ഫിറോസാബാദ് ജില്ലയിൽ പ്രത്യേക സുരക്ഷാ സംഘവും പ്രത്യേക പോലീസും ചേർന്നുകൊണ്ട് നടത്തിയ വൻ ഓപ്പറേഷനിൽ 2 കുപ്രസിദ്ധ കൊള്ളക്കാരാണ് ഇവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നത്. മണിക്കൂറുകളോളം തന്നെ നീണ്ടുനിന്ന സായുധ ഏറ്റുമുട്ടലിനിടെ തന്നെ 2 പോലീസ് ഉദ്യോഗസ്ഥർക്കും ഗുരുതരമായി തന്നെ പരിക്കേറ്റതായിട്ടാണ് റിപ്പോർട്ട്. പ്രദേശത്ത് ഭീതി പരത്തിയ നിരവധി കൊള്ള, ആയുധക്കടത്ത് കേസുകളിലെ പ്രതികളാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടതെന്നതാണ് യോഗി പോലീസ് അറിയിച്ചിരിക്കുന്നത്. പ്രതികളാകട്ടെ ഈ നഗരത്തിൽ ഒളിവിൽ കഴിയുന്നുവെന്ന രഹസ്യ വിവരത്തിനെ തുടർന്നുകൊണ്ട് അർദ്ധരാത്രിയോടെയാണ് പോലീസ് പ്രദേശം വളഞ്ഞത്. അവിടെ കീഴടങ്ങൽ നിരവധി തവണ മുന്നറിയിപ്പ് നൽകിയിട്ട് പോലും അത്യാധുനിക ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രതികൾ പോലീസിന് നേരെ വെടിയുതിർക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ പോലീസ് ആകട്ടെ ആത്മരക്ഷാർത്ഥം പോലീസ് തിരിച്ചടിച്ചതോടുകൂടി തന്നെ ഏറ്റുമുട്ടൽ രൂക്ഷമാവുകയും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ 2 പ്രതികളും കൊല്ലപ്പെട്ടതായി തന്നെ അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. വെടിവയ്പിൽ പരിക്കേറ്റ 2 പോലീസ് ഉദ്യോഗസ്ഥരെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റി. അവരുടെ ആരോഗ്യനില ഇവിടെ നിരീക്ഷിച്ചു വരികയാണ് എന്നും ഡോക്ടർമാർ അറിയിച്ചിരിക്കുകയാണ്. ഏറ്റുമുട്ടലിന് ശേഷം നടത്തിയ പരിശോധനയിൽ വിദേശ നിർമ്മിത പിസ്റ്റലുകൾ, ഉപയോഗിക്കാത്ത വെടിയുണ്ടകൾ, കൊള്ളയടിച്ച പണം എന്നിവ പോലീസ് പിടിച്ചെടുത്തു. സംഭവ സ്ഥലത്ത് നിന്ന് അതായത് പല രീതിയിലുള്ള ഇത്തരത്തിൽ മാരകമായ ആയുധങ്ങളാണ് കണ്ടെടുത്തിരിക്കുന്നത്. സംസ്ഥാനത്ത് കുറ്റകൃത്യങ്ങൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ തുടരുമെന്ന സന്ദേശമാണ് ഇപ്പോൾ ഈ ഓപ്പറേഷനിലൂടെ തന്നെ യോഗി സർക്കാർ നൽകുന്നത് എന്നതാണ് വ്യക്തമാകുന്നത്. പോലീസിന്റെ കൃത്യസമയത്തുള്ള അതിശക്തമായ ഇടപെടലിലൂടെ തന്നെ വൻതോതിലുള്ള കൂടുതൽ കൊള്ളയടിക്കൽ പദ്ധതികളാണ് ഇതോടുകൂടി തന്നെ തകർത്തത് എന്നതാണ് ഇപ്പോൾ ഇവിടെ പോലീസ് സൂപ്രണ്ട് ഇവിടെ പ്രതികരിച്ചിരിക്കുന്നത്. പ്രദേശത്ത് ക്രമസമാധാനം പൂർണ്ണമായും ഉറപ്പുവരുത്തിയിട്ടുണ്ട് എന്നും ക്രിമിനലുകൾക്ക് യുപിയിൽ ഒരിടത്തും താവളം ഉണ്ടാകില്ല എന്നും പോലീസ് ഉറപ്പ് നൽകി. പരിക്കേറ്റ ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ എല്ലാ മികച്ച ചികിത്സാ സൗകര്യങ്ങളും സർക്കാർ നേരിട്ട് തന്നെ ഉറപ്പാക്കും. അതുമാത്രമല്ല, വരും ദിവസങ്ങളിൽ സമാനമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന മറ്റ് സംഘങ്ങൾക്കെതിരെയും വേരോട് തന്നെ ഇത് പിഴുതെറിയാൻ പോലും വിപുലമായ പെട്രോളിങ്ങും സുരക്ഷാ പരിശോധനകളും ശക്തമാക്കും എന്നതാണ് ഉത്തർപ്രദേശ് പോലീസ് ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനമായി തന്നെ പുറത്തുവരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.